കാട്ടാന ആക്രമണത്തിൽ 16 ദിവസത്തിനിടെ 3 പേർ മരിച്ച വയനാട്ടിൽ LDFും UDFും BJPയും ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. ലക്കിടി അതിർത്തിയിൽ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. സമീർ C. മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എങ്ങനെയാണ് ഈ ഹർത്താൽ പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, തുടർച്ചയായ ദിവസങ്ങളിൽ ആളുകളെ കൊല്ലുന്നു കാട്ടാന. വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. UDFും ഒപ്പം തന്നെ ഇന്ന് LDFും BJPയും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ലക്കിടിയിലാണ്. ലക്കിടിയിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് താഴേക്ക് കാണാം. കിലോമീറ്ററുകളായിക്കൊണ്ട് വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. വിവിധ ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് എത്തിയവരാണ്. താമരശ്ശേരി ചുരം കയറി മുകളിലേക്ക് എത്തുമ്പോൾ ലക്കിടിയിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്. ഇവിടെയാണ് വാഹനങ്ങൾ തടയുന്നത്. പോലീസും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെയുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ ആളുകൾ ഇങ്ങനെ കൊല്ലപ്പെടുമ്പോൾ പോലും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല, സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഹർത്താൽ പുരോഗമിക്കുന്നത്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിക്കൊണ്ട് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് വാഹനങ്ങൾ തടയുന്നത്. നമുക്കിപ്പം ഇപ്പോൾ സമരക്കാർ തന്നെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ റോഡ് ഉപരോധം? വയനാട്ടിലെ കർഷകരുടെ മാത്രമല്ല, വയനാടൻ ജനത തന്നെ വല്ലാത്ത ഭീതിയിലാണ് നിൽക്കുന്നത്. 7 ദിവസം കൊണ്ട് 2 മനുഷ്യജീവനാണ് കാട്ടാന ചവിട്ടിക്കൊലപ്പെടുത്തിയത്. അതിന് തൊട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ചെറുപ്പക്കാരനെ കടുവ പരിപൂർണമായി കടിച്ചു തന്ന അവസ്ഥയും കൂടി നാം കണ്ടതാണ്. വയനാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കാടും നാടും വേർതിരിച്ചുകൊണ്ടുള്ള നിയമ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്നും, അല്ലാത്ത പക്ഷം വയനാടൻ ജനതയ്ക്ക് മുമ്പിൽ UDF നേതൃത്വം അതിശക്തമായ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ വയനാട് ജില്ലാ കലക്ടറുടെ ചേംബറിന്റെ മുന്നിൽ പോലും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ രാത്രി സമയങ്ങളിൽ പോലും സമരം ചെയ്തത് വയനാടൻ ജനതയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ സമര പോരാട്ടത്തിൽ UDF ഒറ്റക്കെട്ടായി മുന്നേറും. വയനാടൻ ജനതയ്ക്ക് മുമ്പേ മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ ഏറെ എടുത്തു പറയേണ്ടത്. വയനാട്ടിലെ ഒരു മനുഷ്യനെ കാട്ടാന ചവിട്ടി പരിക്കേൽപ്പിച്ച് ഒരു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നപ്പോൾ എക്സ്ട്രാ മിഷൻ പോലും വർക്ക് ചെയ്യാത്ത വയനാട്ടിലൊരു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം മരിച്ചത് എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. വയനാട്ടിൻ്റെ അകത്ത് യാതൊരുവിധ സൗകര്യവുമില്ലാതെ ഒരൊറ്റപ്പെട്ട ജില്ലയായി ഞങ്ങൾ മാറുകയാണ്. ആ മാറുന്ന സാഹചര്യത്തിൽ വയനാടൻ ജനതയുടെ വലിയ പ്രതിഷേധം വരാൻ പോകുന്ന നാളുകളിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവരുടെ പ്രതിഷേധം പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകും. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണം. ഈ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ഉണ്ടാവണം. അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള ഇവിടുത്തെ ആശുപത്രി സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു. അത്തരം വിഷയങ്ങളിലൊക്കെ നടപടി ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരുടെ പ്രതിഷേധം. ഏതായാലും പ്രതിഷേധം തുടരുകയാണ്. പോലീസ് ഇടപെട്ടുകൊണ്ട് വാഹനങ്ങൾ പതിയെ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും വലിയ രീതിയിൽ താഴ്ഭാഗത്തൊക്കെ ചുരം കയറി വരുന്ന ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗതക്കുരുക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. വേണു, ശരി. വയനാട്ടിൽ ഹർത്താൽ പൂർണ്ണം. ലക്കിടിയിൽ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്നു. സമീർ C. മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകി.